നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ഓൺട്രപ്രണേഴ്സിനെ പറ്റി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ. നമ്മുടെ കേരളത്തിൽ ഏകദേശം 6 തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. നമ്പർ 1, അൺലക്കി ഓൺട്രപ്രണേഴ്സ്, അതായത് ഭാഗ്യമില്ലാത്ത സംരംഭകൻ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ പേരുണ്ട്, എനിക്ക് ബിസിനസ്സിൽ വലിയ ഭാഗ്യമില്ല, ഞാൻ ബിസിനസ് ചെയ്തിട്ടൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളത്. ശരിക്കും അവർക്ക് ഭാഗ്യമില്ലാത്ത അല്ലെങ്കിൽ അൺലക്കി ആയതുകൊണ്ടല്ല അവർ അൺലക്കി ഓൺട്രപ്രണേഴ്സ് ആവുന്നത്. അവർ ബിസിനസ്സിനെ വലിയൊരു വിഷനിൽ കാണുന്നില്ല, വലിയൊരു ക്യാൻവാസിൽ ആ ബിസിനസ്സിനെ കാണുന്നില്ല, വലിയ വിഷൻ ഇല്ല, എന്തിനോ വേണ്ടി സംരംഭത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ അൺലക്കി ഓൺട്രപ്രണേഴ്സ് കാറ്റഗറിയിലോട്ട് വരുന്നത്. നമ്പർ 2, സഫറിംഗ് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ അനുഭവിക്കുന്ന സംരംഭകൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംരംഭകർ നമ്മുടെ ഈ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സിൽ ഉണ്ട്. അതായത് ബിസിനസ് കടം വാങ്ങിച്ചിട്ടോ ലോൺ എടുത്തിട്ടോ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ അവർ ആ ലോൺ തിരിച്ചടക്കാൻ വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുന്നവരാണ്. ശരിക്കും അങ്ങനെ നിങ്ങളൊരു ബിസിനസ് ചെയ്യരുത്. നിങ്ങൾ ബിസിനസ്സിനെ വലിയ വിഷനിലും വലിയ ക്യാൻവാസിലും നിങ്ങൾ കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കാൻ എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ സാമ്രാജ്യങ്ങളായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 3, ബിസി ഓൺട്രപ്രണേഴ്സ്, അതായത് തിരക്കുള്ള സംരംഭകൻ. പേര് പോലെ തന്നെ ഈ സംരംഭകൻ എപ്പോഴും തിരക്കായിരിക്കും, എന്ത് കാര്യത്തിന് വിളിച്ചാലും തിരക്കായിരിക്കും. അയാളുടെ കടയിൽ സെയിൽ നടക്കണമെങ്കിൽ അയാൾ തന്നെ പോകണം, കമ്പനിയിൽ ഒരു കാര്യം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇയാൾ തന്നെ പോകണം. ശരിക്കും അങ്ങനെ നിങ്ങളൊരു സംരംഭകൻ ആവരുത്. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ സംരംഭം പോകണം. അങ്ങനെ ഒരാളെ നമുക്കൊരു ഓൺട്രപ്രണർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആണ്. സോ ഗോ ഫ്രം ബിസി ഓൺട്രപ്രണേഴ്സ് ടു ഓൺട്രപ്രണർ. നമ്പർ 4, ഗ്രോയിങ് ഓൺട്രപ്രണർ, വളരുന്ന സംരംഭകൻ. അതായത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്ഥാപനം കുറച്ചെങ്കിലും ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ടാവും, കുറച്ചെങ്കിലും ആളുകളെ വെച്ചിട്ട് വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരായിരിക്കും. ഒരു ഫോറിൻ ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. സോ നിങ്ങളൊരു ഗ്രോയിങ് ഓൺട്രപ്രണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് നമ്പർ 5, ഓട്ടോ പൈലറ്റ് ഓൺട്രപ്രണർ ആണ്. ഇദ്ദേഹമാണ് ശരിക്കും ഒരു സംരംഭകൻ. അതായത് ഇദ്ദേഹം ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ സംരംഭം ഓടും. അങ്ങനെ ഒരു ഓൺട്രപ്രണർ ആണ് ഓട്ടോ പൈലറ്റ് ഓൺട്രപ്രണേഴ്സ്. എല്ലാ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് റിപ്പോർട്ട് ചെക്കിംഗ് മാത്രമേ ഇദ്ദേഹം ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാം. ഓട്ടോ പൈലറ്റ് ഓൺട്രപ്രണർ ആവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാം. നമുക്ക് വേണ്ടി കുറെ സിസ്റ്റംസും കുറെ കാര്യങ്ങളും വർക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഫില്ലാക്കി തരും. അതാണ് ഓട്ടോ പൈലറ്റ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ 6 ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് വിഷണറി ഓൺട്രപ്രണേഴ്സ്. അതായത് ഇവർക്ക് കുറെ അധികം ഓർഗനൈസേഷൻസ് ഉണ്ടാവും, കുറെ ഓർഗനൈസേഷന്റെ ഉടമകളായിരിക്കും ഈ ഒരു വിഷണറി ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല മില്യണേഴ്സും ഒരു വിഷണറി ഓൺട്രപ്രണേഴ്സ് ആണ്. നിങ്ങളൊരു ഓട്ടോ പൈലറ്റ് ഓൺട്രപ്രണർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിഷണറി ഓൺട്രപ്രണർ ആവാം. ബിക്കോസ് നിങ്ങളുടെ ഓർഗനൈസേഷൻ വളരെ ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേറൊരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളൊരു വിഷണറി ഓൺട്രപ്രണർ ആണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ആർ വിന്നിംഗ് ദ ഓൺട്രപ്രണർഷിപ്പ് ഗെയിം. സോ ഇതേപോലെയുള്ള ബിസിനസ്, എന്റർപ്രണർഷിപ്പ്, ജനറൽ മോട്ടിവേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ നെറ്റ്ഗ്രോസ് അസോസിയേറ്റ്സിന്റെ അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. കമന്റ് ബോക്സിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺട്രപ്രണർഷിപ്പ് അടങ്ങിയ ഫുൾ PDF ഞങ്ങൾ അയച്ചിരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.